ശബരിമലയിൽ സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ രണ്ടാമനെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി അറസ്റ്റ് ചെയ്തതിനു ശേഷം രണ്ടാമത് നടന്നതും പ്രമുഖന്റെ അറസ്റ്റ് തന്നെ. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവും കൂടി അറസ്റ്റിലാകുമ്പോൾ പ്രമുഖരിലേക്കാണ് ഈ സ്വർണ്ണക്കൊള്ള തിരിഞ്ഞു നോക്കുന്നത്. സ്വർണം അടിച്ചുമാറ്റാൻ നടത്തിയ ഗൂഢാലോചന സംബന്ധിച്ച് അന്വേഷണം പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സൗഹൃദ വലയത്തിലേക്ക് കടന്നു. വമ്പൻ വ്യവസായികൾ മുതൽ രാഷ്ട്രീയക്കാർ വരെയുണ്ട് പോറ്റിയുടെ സുഹൃത്തുക്കളിൽ. ഇവരുടെ എല്ലാം വിശദീയ വിവരവും ഇടപാടും പ്രത്യേക സംഘം അന്വേഷിച്ചു വരികയാണ്. 10 വർഷത്തോളമായി ശബരിമലയിൽ പോറ്റിയുടെ സാന്നിധ്യമുണ്ട് താനും. ചില മുൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ഭരണാധികാരികളും അടക്കമുള്ളവരുമായി ഇയാൾക്ക് കടുത്ത ബന്ധമുണ്ട് എന്നാണ് കണ്ടെത്തൽ. ഇതിൽ പലരും പൊലിമത്ത പോറ്റിയുടെ കുടുംബവും വീട്ടിലടക്കം എത്തിയിട്ടുമുണ്ട്. വീടിനടുത്തുള്ള ഒരു സ്റ്റാർ ഹോട്ടലിൽ വെച്ചാണ് പോറ്റി പല പ്രമുഖരെയും കണ്ടിരുന്നതെന്നും സൂചനയുണ്ട്. വിവിധ പരിപാടികൾക്കുള്ള സ്പോൺസർഷിപ്പ് സംഘടിപ്പിച്ച് നൽകിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇവരുടെ അടുപ്പക്കാരനായി മാറിയത്. ശബരിമലയുമായി ബന്ധപ്പെട്ട പല പൂജാരിമാരും പോറ്റിക്ക് അടുത്ത ബന്ധമാണ് ഉള്ളത്. ഇതിൽ പലരുമായി സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും പ്രത്യേക അന്വേഷണ സംഘം പോറ്റിയിൽ നിന്നും വിവരം തേടുന്നുണ്ട്. സാമ്പത്തിക സഹായം കൂടാതെ വിദേശയാത്രകൾ അടക്കമുള്ളവയും ഉദ്യോഗസ്ഥർ ബോർഡ് ഭാരവാഹികളും എല്ലാം കിട്ടിയിരുന്നു. ഇതെല്ലാം അന്വേഷിക്കേണ്ട ദേവസ്വം വിജിലൻസിലെ ഉദ്യോഗസ്ഥർക്കെതിരെയും വിദേശ യാത്രാ വിവാദം ഉയർന്നിരുന്നു. ലോക്ക്ഡൌൺ കാലത്ത് പോറ്റിയെ പോലീസ് ജീപ്പിൽ വിമാനത്താവളത്തിൽ നിന്നും പുളിമത്തെ വീട്ടിലേക്ക് എത്തിച്ചതായിട്ടും ആരോപണം ഉയർന്നു വരുന്നുണ്ട്. അടുത്ത കാലത്ത് ഭരണപക്ഷത്തെ ഒരു പ്രമുഖൻ പോറ്റിയുടെ വീട്ടിലെത്തിയിരുന്നതായിട്ടും പ്രദേശവാസികൾ പറയുന്നു. ആരാണ് ആ പ്രമുഖൻ എന്നുള്ളത് പലർക്കും വ്യക്തമായിട്ടുണ്ട്. ഇനി പിണറായി വിജയന്റെ ഭരണകാലത്തിലെല്ലാം സ്വർണം കൊണ്ടാണ് നമ്മൾ വിവാദങ്ങൾ കേട്ടിരിക്കുന്നത്. സ്വപ്ന സുരേഷും ഒരു സ്വർണ്ണക്കഥയായിരുന്നു എന്ന് നമ്മൾ മറക്കരുത്. 2019 ശബരിമലയിലെ സ്വർണം ഇത്രയും കാണാതാക്കുന്നത്. അതേ 2020 നയതന്ത്ര ബാഗിൽ സ്വർണം കടത്തിയ സ്വപ്ന സുരേഷിന്റെ കേസും വന്നതും. അതും നേരെ വിരൽ ചൂണ്ടിയത് മുഖ്യന്റെ കസേരയിലേക്ക് തന്നെയാണ്. ഇതും അതും കൂടി കൂട്ടി വായിക്കുമ്പോൾ ഏകദേശം ഇവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, അതോ ശബരിമലയിലെ സ്വർണം സ്വപ്നയുടെ നയതന്ത്ര ബാഗിൽ ഉണ്ടായിരുന്നു എന്നും നമ്മൾ അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.